ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മൈക്കില്ല ഗൈസ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യില്ല മൈക്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ബയോളജിയുടെ സ്റ്റഡി വ്ലോഗാണ്. നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ബയോളജിയുടെ പെട്ടതിടണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഞാൻ ഇത്തിരി ഇടാൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇടണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ലേറ്റ് ആയി പോയത് വേറൊന്നുമല്ല, SSLCയുടെ സ്ക്രൈബ് എഴുതാൻ പോയിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് വന്നത് വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയുടെ സ്റ്റഡി വ്ലോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. സോ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബയോളജി എന്ന് പറയുമ്പോൾ നല്ലൊരു സബ്ജക്റ്റാണ്. എനിക്കധികം ഇഷ്ടമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കുറേ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, കുറേ വേർഡ്സ് പഠിക്കാനുണ്ട്. സോ അതൊക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി പഠിച്ചേ പറ്റുള്ളൂ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര മണിക്കൂറിൽ പഠിക്കാൻ പറ്റുമെന്ന് ബയോളജി, അങ്ങനത്തെ ഒരു ബ്ലോഗ് ഇടുമെന്ന്. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ ഗൈസ്, നമ്മൾ മാക്സിമം പഠിക്കേണ്ട വരും. അല്ലാതെ ഇത്ര മണിക്കൂറിലുള്ള പഠിച്ചെടുക്കുക പറയുന്നത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെയാണെങ്കിൽ ബയോളജിയുടെ റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്ന് 11-ാം തീയതിയാണ്. ഈ 11-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. എന്നിട്ട് 12-ാം തീയതി ഉച്ചക്കാണ് നമ്മുടെ ബയോളജിയുടെ എക്സാം വരുന്നത്. സോ ഉച്ചക്കായതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്ററും കാണാം. സൈലത്തിൻ്റെയോ എജുബോട്ടിൻ്റെയോ എക്സാമിനേഴ്സിൻ്റെയോ അങ്ങനെ കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ബയോളജി എടുത്ത് പഠിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പഠിക്കുക, എന്നിട്ട് വേണം നിങ്ങളിതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡയറക്റ്റ് പോയി കണ്ട് മാർക്ക് മേടിക്കാൻ ഒട്ടും പറ്റൂല. അപ്പം ഞാനായാലും ഇപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററാണ് എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞാൻ അതിൻ്റെ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മുടെ സൈലത്തിൻ്റെയും എക്സാമിനേഴ്സിൻ്റെയൊക്കെ ലൈവ് കാണണം. പിന്നെ അതുകൂടാതെ ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മറന്നു പോകും. കാര്യം നമ്മൾ ഓരോന്ന് പുതിയത് പഠിക്കുന്നവരും നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, കുറേ പേര് കണ്ടെന്ന് തോന്നണം. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഇത്തിരി മറവുള്ളൂ കേട്ടോ, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യണം. സോ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ മഴിച്ചു കളാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബയോളജി സ്റ്റഡി വ്ലോഗാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. സോ ലെറ്റ്സ് ഗോ ടു അവർ സ്റ്റഡി വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സ്റ്റഡി വ്ലോഗിലോട്ട് പോയാലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു വ്ലോഗ് എന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഏകദേശം എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ബുക്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബയോളജിയുടെ ടെസ്റ്റ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നോക്കണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെയാണെങ്കിൽ ഞാൻ കമൻസിൽ കൂടുതലും കാണാനുള്ള ഒരു കമൻസാണ് പേടിയാവുന്നു എന്ന്. നമ്മൾ പേടിച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ്, എന്തായാലും നമ്മൾ പാസ്സാവും, അത് ഉറപ്പാണ്. എന്തായാലും പാസ്സാവും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വൈ നോട്ട്, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും മോട്ടിവേഷനാണ് ഗൈസ്, ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ എല്ലാവരോടും പേടിക്കേണ്ട, അടുത്ത പ്രാവശ്യം സെറ്റാക്കാം അങ്ങനെയാണ് പറയണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ പോയതിനെ പറ്റി ചിന്തിച്ചിരുന്നാൽ നമുക്ക് ടെൻഷനാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തത് ഇനി വരാൻ പോണതിനെ പറ്റിയിട്ട് എല്ലാവരും ചിന്തിച്ച് പഠിക്കാം. അപ്പോൾ എനിക്കും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നമ്മൾ പിന്നത്തെ ഒരു വ്ളോഗിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ബയോളജിയുടെ. ഇത് ഞാൻ ഓരോന്നെടുത്ത് കാട്ടുന്നുണ്ട്, കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് നല്ല ടഫ് ഉണ്ട്. ഒരു ചാനൽ തുടങ്ങിയിട്ട് ഈ വീഡിയോസ് ഇടുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. പക്ഷേ എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയ്ക്ക് സപ്പോർട്ട് തരുമ്പോൾ ഒരു പ്രശ്നമോ അല്ല ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത്. നിങ്ങൾ ഓരോ കമൻസും ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നാറുണ്ട് കേട്ടോ, സത്യമായിട്ടും പറയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങൾ റിപ്ലൈ തരുന്നുണ്ടല്ലോ, അതിനൊന്ന് റിയാക്ട് ചെയ്യണ്ടല്ലോ. കുറേ പേര് വീഡിയോ കണ്ടിട്ട് പോണവരുണ്ട്, പക്ഷേ ആ ഒരു കാര്യങ്ങൾ അഭിപ്രായങ്ങളും എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ തോന്നാറുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിൽ പഠിക്കേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അത് ഈ ഒരു ഡയഗ്രാം, പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ പ്ലാസൻ്റ, അംബ്ലിക്കൽ കോഡ് അതൊക്കെ ഇല്ലേ, അമ്നിയോനും അമ്നിയോട്ടിക് ഫ്ലൂയിഡും അത് പഠിക്കുക. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ അതുപോലെ മാർക്ക് ചെയ്ത് പഠിക്കുക. ഈ ഒരു ഡയഗ്രാം ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മളോട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും. ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജസ് ആണ് കേട്ടോ. നമ്മുടെ കുട്ടി വലുതാവണതിൻ്റെ ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്.
എത്ര ഗ്രോത്ത് എന്തൊക്കെ വരും എന്നൊക്കെ ചോദിക്കും നമ്മളോട്. പിന്നെയാണെങ്കിൽ പ്രഗ്നൻസി വുമൺസിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കും. പിന്നെ സ്കാനിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 4 ബോക്സ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പാർച്വറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രസവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. പിന്നെ ബ്രസ്റ്റ് മിൽക്ക്, നമ്മുടെ മുലപ്പാൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാലിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്താണ് അത് ചോദിക്കും, അതും നോക്കുക. പിന്നെയാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്രയും ഇതുണ്ട് കേട്ടോ, എക്സാമ്പിൾസ് ആണ്. അപ്പോൾ മെൻസിലെയും വുമൻസിനെയും ഉണ്ട്. അപ്പം അത് ഫുള്ള് നോക്കണം നിങ്ങൾ കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഗ്നൻസിയുടെ ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ ശരിക്കും ഒട്ടും മോശമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിക്കുന്ന രീതിയിൽ പഠിച്ചു പോയാൽ മതി കേട്ടോ. മാത്രമല്ല നമ്മൾ ശരിക്കും ഇത് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് അങ്ങോട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും നമ്മൾ പഠിക്കണം, ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വേർഡ്സ് ഉണ്ട്. അപ്പം അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ഈ 2 ചാപ്റ്ററാണ് ഈ ടൈമിലുള്ളത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു റീപ്രൊഡക്ഷൻ്റെ പകുതി തൊട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സ് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ പകുതിയെന്നൊന്നും വിചാരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഗൈസ്. പിന്നെയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റിലെ ഈ ഒരു ചാർട്ടില്ലേ, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഈ 4 കേട്ടോ, മോളിലത്തെ 2 ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പം ഈ 4 കൂടി കംപ്ലീറ്റ് ആക്കുക. യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷൻ ബുക്കിൽ നോക്കുക, അല്ലെങ്കിൽ സൈലത്തിൽ നോക്കിയാൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ എഴുതിയിട്ട് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഗൈസ് ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അനിമയിലെയും പ്ലാന്റെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അതും പഠിക്കാനായിട്ട് മറക്കണ്ട, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതെന്തായാലും പഠിക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലത്തെയൊക്കെ കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പിക്ചേഴ്സും നോക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചേഴ്സ് ഡയഗ്രാമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പം അത് നോക്കാതെ ആരും പോകരുത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ടെസ്റ്റിലുള്ളതും നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പം അതൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും തന്നിട്ടുള്ളത്. പോഡിഫെറയും അതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. നിഡേറിയ, അതൊക്കെ കിട്ടാത്ത വേർഡ്സാണ്, പറഞ്ഞ് തന്നെ പഠിക്കേണ്ടി വരും. അതിൻ്റെ എക്സാമ്പിളും ഫീച്ചേഴ്സും പഠിക്കാം. മാക്സിമം ഒരു 2 ഫീച്ചർ എങ്ങനെ പഠിക്കണം കേട്ടോ. പിന്നെ ആ ഒരു പിക്ചർ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് വൈറസിനെ പറ്റിയിട്ട്. അതിൻ്റെ ക്യാപ്സിഡ് മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് വരുന്നത് വേറൊന്നുമില്ല, നമ്മുടെ ഡയഗ്രംസ് ആണ്. ഡയഗ്രംസ് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാട്ടിത്തരാം, ബാക്കി നിങ്ങളെല്ലാവരും നോക്കണം കേട്ടോ. ഞാനിത് കാട്ടണത് മാത്രം നോക്കരുത്. അമീബയുടെ സ്ട്രക്ചറും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കുക, യുഗ്ലീനയുടെ സ്ട്രക്ചറൊക്കെ നോക്കുക. പിന്നെയാണെങ്കിൽ ഗൈസ് ഈ ഒരു ബയോളജിയിൽ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഓസ്മോസിസ്, പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇതിൻ്റെയൊക്കെ ഡയഗ്രാംസ് നോക്കുക. ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ്, അതൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ നോക്കാട്ടെ എല്ലാവരും. നമുക്ക് മനസ്സിലാവും ലോവർ ടു ഹയർ എന്ന് പറയുമ്പോൾ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ മോളിക്യൂൾസിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാവും നമുക്ക്. പിന്നെ അത് ഹെൽത്തല്ല ഗൈസ്, ഹേർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എല്ലാവരും നോക്കുക. വെയിൻസ് നോക്കുക. പിന്നെ അത് ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഉണ്ട് കേട്ടോ ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് മറക്കരുത് ആരും. വേറെ ചാപ്റ്ററിലും ഉണ്ട്, സെക്കൻഡ് ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ ആ ഒരു ഹേർട്ടിൻ്റെ സ്ട്രക്ചറൊക്കെ. ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ അതിൽ കുറേ ഉണ്ട് ഡയഗ്രാംസ് നോക്കാൻ വേണ്ടിയിട്ട്, കൂടാതെ കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കാട്ടിയ ഡയഗ്രാം മാത്രമല്ല, നിങ്ങളെല്ലാവരും നോക്കണം. നമ്മുടെ റീപ്രൊഡക്ഷൻ്റെയും ക്ലാസിഫിക്കേഷൻ്റെ ചാപ്റ്ററിലും കുറേ ഡയഗ്രാംസ് ഉണ്ട്, അതൊക്കെ നോക്കുക. അപ്പം ഡയഗ്രാം നമ്മുടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് രാത്രി അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്താ പറയുക പഠിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പിന്നുള്ളത് സൈലം, എജുപോർട്ട്, നമ്മുടെ എക്സാം വിന്നേഴ്സൊക്കെ റെഫർ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്ത് പറയണതാണ്, എല്ലാവരും നോക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് മാക്സിമം പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു പഠിപ്പിച്ച് തന്നെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. ശരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ആണെങ്കിൽ മെഗാ മാരത്തോൺ ഇന്ന് രാത്രി നടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നവർ കാണാം, അല്ലെങ്കിൽ റിവിഷൻ ചെയ്തിട്ട് കാണാം കേട്ടോ. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി റിവിഷൻ ചെയ്യുക. പിന്നെ ആണെങ്കിൽ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട് നാളെ രാവിലെ, അപ്പോൾ അതും നോക്കാം. പിന്നെ അത് റിവിഷൻ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഫുൾ റിവിഷൻ ചാപ്റ്റർ റിവിഷൻ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. അത് കാണാം. അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെയും ക്ലാസിഫിക്കേഷൻ്റെയും മാത്രം മതിയെങ്കിൽ ഇത് കാണാം.
എല്ലാ വീഡിയോസും ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആക്കണമെങ്കിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബയോളജിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ. അതായത് ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കാനായിട്ട് വിട്ടു പോകണ്ട കേട്ടോ. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും റിവ്യൂസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇംഗ്ലീഷിൻ്റെ റിവ്യൂയുടെ കാര്യത്തിൽ കുറേ പേര് ടഫാണെന്ന് പറഞ്ഞു, കുറേ പേര് ഈസി ആണെന്ന് പറഞ്ഞു, കുറേ പേര് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. ഗ്രാമറിൽ തെറ്റിയിട്ടുണ്ടാവും മിക്കവാറും ഒത്തിരിയൊക്കെ, ബട്ട് ബാക്കിയുള്ളത് നല്ലതായിരുന്നു. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. സോ നമ്മുടെ ബയോളജിയുടെ എക്സാമിൻ്റെ റിവ്യൂ നാളെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയുന്ന നിങ്ങൾക്ക് ഇതുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഓർത്ത് പറയണല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ബൈ ഡിയേഴ്സ്, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ബയോളജി എക്സാം. ടാറ്റാ.